ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ഫൈൻഡ് മൈ ഹോസ്റ്റലും ഈ അടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫൈൻഡ് മൈ ഹോസ്റ്റലിൽ കൂടുതൽ മെച്ചം നമുക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ പേര് സ്മിതാദേവി. ഞാനിവിടെ കാക്കനാട് ഹോസ്റ്റൽ നടത്തുന്നു. എനിക്കിപ്പോൾ 3 ഹോസ്റ്റലുണ്ട്. ഫസ്റ്റ് ഞാൻ തുടങ്ങിയ ഹോസ്റ്റൽ കൗസ്തുഭം അനക്സ് ആണ്. കൗസ്തുഭം ലേഡീസ് ഹോസ്റ്റൽ, അതിനുശേഷം കൗസ്തുഭം അനക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പാർട്ട്ണർഷിപ്പിലായിട്ടാണ് ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഒരെണ്ണം തുടങ്ങിയിരിക്കുന്ന കൃഷ്ണ ഹോസ്റ്റൽ നമ്മുടെ മാവേലിപുരത്ത് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 2012 ഹോസ്റ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ഫൈൻഡ് മൈ ഹോസ്റ്റലും ഈ അഡ്വർടൈസ് ആഡ് കൊടുത്തതിന് ശേഷം എനിക്ക് ആ ബുദ്ധിമുട്ട് 2012 നമ്മളുടെ ഹോസ്റ്റല് പുറത്തേക്ക് അറിയണമെങ്കിൽ നമ്മൾ ആഡ് കൊടുക്കണം. അപ്പോൾ നമ്മളത് നോട്ടീസായിട്ട് പുറത്ത് ഒട്ടിക്കുകയും ഇതൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കുട്ടി ആ പരസ്യം കണ്ട് കുട്ടി വിളിക്കുമ്പോൾ നമ്മളിതെല്ലാം വിശദീകരിക്കേണ്ടി വരും. ഇന്നിപ്പോൾ നമ്മുടെ ആഡ്, അതായത് നമ്മുടെ ഹോസ്റ്റലിൽ വന്ന് ഇതിൻ്റെ എല്ലാ റീൽസ് എടുത്തിരിക്കും. നമ്മുടെ ഹോസ്റ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അവിടെ ഉള്ള സാധനങ്ങൾ എല്ലാം കുട്ടികൾക്ക് ആ ഒരു വിഷ്വലിലൂടെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്കിത് കുട്ടികളിലേക്ക് കൂടുതൽ വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. കുട്ടികൾ ആ വിഷ്വൽസ് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങളെ വിളിച്ച് ഞങ്ങളോട് കോൾസ് എടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫൈൻഡ് മൈ ഹോസ്റ്റലിൽ കൂടുതൽ മെച്ചം നമുക്ക് തോന്നി. ഇത് ആദ്യം ഞാൻ ഫൈൻഡ് മൈ ഹോസ്റ്റലിൽ എൻ്റെ ഒരു ഹോസ്റ്റലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ അതിലേക്ക് കുട്ടികൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 3 ഹോസ്റ്റലും അതിലേക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തു. അവർ വന്ന് റീൽസും കാര്യങ്ങളും എല്ലാം എടുത്ത്, അപ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി കുട്ടികൾ അതിലേക്ക് വിളിച്ച് നമുക്ക് കോൾസുകൾ വരികയും അവർക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുകയും ചെയ്യും. എൻ്റെ പേര് പ്രിയ. ഞാൻ 2022 ഈ ഹോസ്റ്റൽ ബിസിനസ്സിലേക്ക് വന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ്. അപ്പോൾ ചേച്ചി ഇത് ഹോസ്റ്റൽ ബിസിനസ് ചെയ്യുന്നത് കണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരിത് കണ്ടപ്പോൾ ഞാൻ ആ ഫീൽഡിലോട്ട് ചേച്ചിയുടെ കൂടെ ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾക്കപ്പോൾ കുട്ടികളുടെ ഷോർട്ടേജുകളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ അഡ്വർടൈസ്മെൻ്റ് കാര്യങ്ങൾ അന്വേഷിച്ച് വന്നത്. അപ്പോഴാണ് ഫൈൻഡ് മൈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച്, അപ്പോൾ അതിൽ നമ്മളുടെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഹോസ്റ്റലിലെ ഇതിലോട്ട് ഫൈൻഡ് മൈ ഹോസ്റ്റലിലോട്ട് നമ്മളുടെ ഹോസ്റ്റലിൻ്റെ പേര് ലിസ്റ്റിങ്ങിൽ കൊടുത്തു. അപ്പോൾ അവർ വഴി നമുക്കിപ്പോൾ കുട്ടികൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ജെൻസ് ഹോസ്റ്റലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിലും അവർ ജെൻസ് ഹോസ്റ്റലിനും ലേഡീസ് ഹോസ്റ്റലിനും നമുക്ക് കുട്ടികളെ തരുന്നുണ്ട്.